നമസ്കാരം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ നമ. ശ്രീമന്നാരായണീയത്തിലെ ഇന്നത്തെ പഠന അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 12ാം ദശകമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്, പാരായണം ചെയ്യുന്നത്, അർത്ഥം അവതരിപ്പിക്കുന്നത്. 12ാം ദശകം വരാഹ അവതാരമാണ്. വരാഹ അവതാരം അതിലെ ആദ്യത്തെ 1 തൊട്ട് 5 വരെയുള്ള ശ്ലോകങ്ങളാണ് അവതരിപ്പിക്കുന്നത്. അധ്യായം ആരംഭിക്കുന്നതിന് പ്രിയപ്പെട്ട ഡോക്ടർ അയ്യർ സാറിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും സ്വാഗതം. വലിയവർക്കൊക്കെ നമസ്കാരം. ഇന്ന് നമ്മൾ വരാഹാവതാരത്തിലെ അടുത്ത ഭാഗമാണ് വായിക്കാൻ പോകുന്നത്. വരാഹാവതാരം എന്ന് പറയുമ്പോൾ തന്നെ എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. ഞാൻ അങ്ങനെ തിരുവനന്തപുരത്തെ വരാഹസ്വാമി അമ്പലത്തിലെ ആരുടെ ചോട്ടിൽ പോയി നിൽക്കുകയാണ്. ഇപ്പോൾ അവിടെ നിന്ന് കുളത്തിൽ നിന്ന് വരുന്ന നല്ല കാറ്റ് കൊണ്ടുകൊണ്ടിരിക്കുകയാണ് ഞാനിപ്പോ. പറ്റുമെങ്കിൽ തിരുവനന്തപുരത്ത് ചെല്ലുമ്പോൾ എല്ലാവരും ശ്രീവരാഹമൂർത്തിയെ ചെന്ന് കാണുക. ഒന്നുകൂടെ പറയുക. ഓം നമോ ഭഗവതേ വാസുദേവായ ധന്വന്തരയെ അമൃത കലശഹസ്തായ സർവാമയ വിനാശനായ ത്രൈലോക്യനാഥായ ശ്രീ മഹാവിഷ്ണവേ നമഃ. അസ്മിൻ പരാത്മന്നനുപാത്മകൽപേ ത്വമിത്തമുത്ഥാപിതപത്മയോനിഃ അനന്തഭൂമാമരോഗരാശിം നിരുന്തി പാതാലയവാസ വിഷ്ണു. ആ ബ്രഹ്മാവിന്റെ കഥയാണ് നമ്മളിപ്പോ പറയുന്നത്. ഈ ബ്രഹ്മാവിനെ തന്നെ സൃഷ്ടിച്ചവനല്ലേ നീ, എന്റെ മഹാവിഷ്ണു. നീ എന്നെ കാത്തരണമേ, എന്നെ എല്ലാ രോഗത്തിൽ നിന്നും എന്നെ രക്ഷിച്ചു തരണമേ. രോഗമെന്ന് അങ്ങേർക്ക് രോഗം, നമുക്ക് വേറെ പല രോഗങ്ങൾ. അപ്പോ ഓരോരുത്തർക്കും ഓരോ രോഗമുണ്ട്. അതിൽ നിന്നൊക്കെ രക്ഷിച്ചു തരണമെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത് ഈ ശ്ലോകങ്ങൾ വായിക്കുമ്പോൾ ഓരോ ശ്ലോകത്തിന്റെ അവസാനം എന്നെ രക്ഷിക്കണമേ, എന്നെ രക്ഷിക്കണമേ, എന്നെ സൂക്കേടിൽ നിന്ന് രക്ഷിക്കണമേ എന്ന് ഭട്ടതിരിപ്പാട് പറയുന്നുണ്ട്. നമുക്ക് കേൾക്കാമല്ലോ. അപ്പൊ 11ാമത്തെ ദശകം നമ്മളൊന്ന് മുഴുവനായിട്ട് വായിക്കുന്നു. ക്രമേണ സ്വർഗേ പരിവർത്തമാനേ കഥാപി ദിവ്യാഃ സനകാദയത്തെ ഭവദ്വിലോകായ വികുണ്ഠലോകം പ്രവേദിരേ മാരുത മന്ദിരേശ മനോജ്ഞനൈശ്രേയസകാനനാഥ്യൈ അനേകവാപി മണിമന്ദിരൈ ച അനോപമം തം ഭവതന്നികേതം മുനീശ്വരാः പ്രാപു അതീതകക്ഷ്യാः ഭവദ്ദുഷ്യൻ ഭവനം വിഭുക്ഷൻ ദാസ്തൗ ജയഹത്താൻ വിജയാഭിരുന്താം തേഷാം ച ചിത്തേ പദമാപകോപഃ സർവം ഭവത് പ്രേരണയായേവ ഭൂമൻ വൈകുണ്ഠലോകാനുചിത പ്രചേഷ്ടൗ കഷ്ടൗ യുവാം ദൈത്യഗതിം ഭജേദം ഇതി പ്രസപ്തോ ഭവതാശ്രയൗ തൗ ഹരിസ്പ്രതിജ്ഞഃ അസ്തു ഇതി നേമതുഹത്താൻ തദേതജ്ഞായ ഭവാനവാപ്തഃ സഹൈവ ലക്ഷ്മ്യാ ബഹ്യംബുജക്ഷ ഗഗേശ്വരാംശ അർപ്പിത ചാരുബാഹുഃ ആനന്ദയന്താൻ അഭിരാമമൂർത്യാം പ്രസാദ്യ കീർഭിഃ സ്തുവത മുനീന്ദ്രാൻ അനന്യനാഥൗ അധപാർഷദൗ തൗ സൗരംഭയോഗേന ഭവൈത്രിഭീമാം ഉപേതം ഇതി ആത്ത കൃപം നൃഗാതീഃ തുദീയഭൃത്യൗ അധകാശ്യപാത്തൗ സുരാരിവീരൗ ഉരിദാദിതൗ സന്ധ്യാസമുത്പാദന കഷ്ടചേഷ്ടൗ യമൗ ച ലോകസ്യ യമോ ഇവ അന്യൗ ഹിരണ്യപൂർവഃ കശുപക്കിലേക പരഹിരണ്യാക്ഷ ഇതി പ്രതീതഃ ഉഭൗ ഭവത്നാദം അശേഷലോകം ഋഷാനുരുന്ധാം നിജമാസനാന്തൗ തയഃ ഹിരണ്യാക്ഷ മഹാസുരേന്ദ്രഃ രണായ ധാവൻ അനവാപ്തവൈരി ഭവത്പ്രിയാംഷ്മാം സലിലേ നിഭജ്യ ചചാര ഗർഭാത് വിനദൻ ഗദാവാൻ തദച്ചലേശാത് സദൃശം ഭവന്തം നിശമ്യ ബഭ്രാമ ഗവേഷയം ത്വാം ഭക്തേകദൃശ്യഃ സകൃപാനിധേ ത്വം നിരുന്തി രോഗാൻ മരുതാലേശ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. 12ാമത്തെ ദശകത്തിലേക്ക് നമ്മളിപ്പോൾ പോവുകയാണ്. സ്വയംഭവഃ മനോധോ ജനസർഗശീലഃ സ്വയംഭുവോ മനുരഥോ ജനസർഗശീലോ ദൃഷ്ട്വാ മഹീമ സമയേ സലിലേ നിമഗ്നാം സൃഷ്ടാരമാവ ശരണം ഭവദംഘ്രിസേവ തുഷ്ടാശയ മുനിജനൈഃ സഹസത്യലോകേ.
സ്വായംഭുവ മനോരഥോ ജനസർഗശീലോ സ്വായംഭുവ മനുരഥോ ജനസർഗശീലോ ദൃഷ്ട്വാ മഹീമ സലിലേ നിമഗ്നാം സൃഷ്ടാരമപാപശരണം ഭവതംഗ്രിസേവാ പൃഷ്ടാശയം മുനിജനൈഃ സഹസത്യലോകേ. സ്വായംഭുവഃ മനുഃ അധോ ജനസർഗശീലഃ ദൃഷ്ട്വാ മഹിം അസമയേ സലിലേ നിമഗ്നം സൃഷ്ടാരം ആപ ശരണം ഭവത് അംഗ്രി സേവാ തുഷ്ട ആശയം മുനിജനൈഃ സഹ സത്യലോകേ. സ്വയംഭുവോ മനുരഥോ ജനസർഗശീലോ ദൃഷ്ട്വാ മഹീമസമയേ സലിലേ നിമഗ്നാം സൃഷ്ടാരമാപ ശരണം ഭവതംഗ്രിസേവ തുഷ്ടാശയം മുനിജനൈഃ സഹസത്യലോകേ. അതായത് ഇപ്പൊ എന്താ സംഭവിച്ചിരിക്കുന്നു? ഭൂമിയെ കാണാനില്ല. ബ്രഹ്മാവ് എങ്ങനെ സൃഷ്ടി ചെയ്യാനായിട്ട് ആൾക്കാരൊക്കെ പറഞ്ഞ് ആരും സൃഷ്ടി ചെയ്യാതായപ്പോ ബ്രഹ്മാവ് തന്നെ തന്നിൽ നിന്ന് തന്നെ വീര്യം ഉണ്ടാക്കുന്ന ആളും ഒരു പുരുഷനെയും ഒരു സ്ത്രീയെയും ഉണ്ടാക്കി. തന്റെ രൂപത്തിൽ നിന്ന് തന്നെ ഒരു പുരുഷനെയും സ്ത്രീയെയും ബ്രഹ്മാവ് തന്നെ ഉണ്ടാക്കി. ആ പുരുഷനാണ് മനു. അത് സ്വയംഭൂ മനു, സ്വയമായിട്ട് വന്ന ആളാണ്. അപ്പൊ മനു ജനിച്ച ആളല്ല, ഒരു അമ്മയുടെ വയറ്റിൽ നിന്ന് ജനിച്ച ആളല്ല ആദ്യത്തെ മനു. നമുക്കിപ്പോ ഏഴാമത്തെ മനു എന്ന് പറഞ്ഞില്ലേ, ആദ്യത്തെ മനു സ്വയംഭൂവ മനുവാണ്. സ്വയംഭൂഹു, സ്വയമായിട്ട് ജനിച്ച ആള്. അപ്പൊ അതാണ് അദ്ദേഹത്തിന്റെ പിന്നെ സ്ത്രീ ആയിട്ട് വന്നത് മറ്റേ സ്വയംഭൂവ മനുവും ഒരു ബ്രഹ്മാവ് തന്നെ രണ്ടായിട്ട് വന്നിട്ട് ഒരു സ്ത്രീയും പുരുഷനുമായിട്ട് ജനിച്ചു. അപ്പൊ ഈ സ്വയംഭൂ മനു വന്നിട്ട് സൃഷ്ടിക്കാനായിട്ട് പോയി. സൃഷ്ടിക്കാനായിട്ട് ചെന്നപ്പോ സമയത്ത് ഭാര്യയുണ്ടല്ലോ, സൃഷ്ടിക്കാനായിട്ട് ചെന്ന സമയത്ത് ബ്രഹ്മാവ് തന്നെ സ്ത്രീയായിട്ടും ഒരു രൂപത്തിൽ ഉണ്ടായിട്ട് വന്നിട്ടുണ്ടല്ലോ. അപ്പോ ബ്രഹ്മാവ് സ്ത്രീയായിട്ട് വന്ന ബ്രഹ്മാവും സ്വയംഭൂ മനുവിന്റെ ഭാര്യയും സൃഷ്ടിക്കാനായിട്ട് നോക്കുന്ന സമയത്ത് ആ സൃഷ്ടിക്കുന്നവരൊക്കെ എവിടെ പോയി താമസിക്കാൻ സ്ഥലമില്ല. സ്ഥലം എവിടെ പോയി? ഭൂമി വെള്ളത്തിനടിയിൽ പോയി. ഇത് കണ്ടിട്ട് മഹർഷിമാരും എല്ലാം ബുദ്ധിമുട്ടിയത്രേ. അതാണ് ഈ ശ്ലോകത്തിൽ കൂടെ പറയുന്നത്. സ്വയംഭുവ മനുതോ ജനസർഗശീലഃ ദൃഷ്ട്വാ മഹിമസമയേ സലിലേ നിമഗ്നാം സൃഷ്ടാരമാവ ശരണം അംഗ്രിസേവ തുഷ്ടാശയ മുനിജനൈഃ സഹസത്യലോകേ. അനന്തരം ജനസൃഷ്ടി സ്വഭാവത്തോടു കൂടിയവനായ സ്വയംഭൂ മനു അകാലത്തിൽ ഭൂമിയെ വെള്ളത്തിൽ മുങ്ങിയതായി കണ്ടിട്ട് മഹർഷിമാരോട് കൂടി സത്യലോകത്തിൽ ചെന്നിട്ട് അങ്ങയുടെ പാദസേവ കൊണ്ട് ഉൾക്കുതുകമാർന്നിരുന്ന ബ്രഹ്മാവിനെ ശരണം പ്രാപിച്ചു. ബ്രഹ്മാവ് തന്നെ രണ്ടായിട്ട് ബ്രഹ്മാവിന് തന്നെ ഒരു പുരുഷരൂപവും സ്ത്രീരൂപവും ഉണ്ടായി നമ്മൾ നേരത്തെ വായിച്ചു. ആരും സൃഷ്ടിക്കാതിരിക്കുന്നപ്പോൾ ദേഷ്യപ്പെട്ടിട്ട് രുദ്രം വന്നു. അതിനുശേഷം ബ്രഹ്മാവ് തന്നെ സ്വയമായിട്ട് രണ്ടായിട്ട് ഒരു പുരുഷരൂപവും സ്ത്രീരൂപവുമായിട്ട് മാറി. ശതരൂപ സ്ത്രീയാണ്, പുരുഷ രൂപത്തിൽ സ്വയംഭൂമനും ശതരൂപിയുമായിട്ടുണ്ടായി. അവര് കുട്ടികളെ ഉണ്ടാക്കാൻ നോക്കിയപ്പോൾ സൃഷ്ടികൾ തുടങ്ങിയ സമയത്ത് ആ സൃഷ്ടി താമസിക്കാനായിട്ട് സ്ഥലമില്ലാണ്ടായി, ഭൂമിയെ കാണാണ്ടായി. അപ്പോൾ അവര് എന്ത് ചെയ്തു? എല്ലാരും കൂടി ബ്രഹ്മാവിനെ സമീപിച്ചു. അതാണ് ഇത് പറയുന്നത്. അനന്തരം ജനസൃഷ്ടി സ്വഭാവത്തോടു കൂടിയവനായ സ്വയംഭൂമനു ശതരൂപിയും അകാലത്തിൽ ഭൂമിയെ വെള്ളത്തിൽ മുങ്ങിയതായി കണ്ടിട്ട് മഹർഷിമാരോട് കൂടി സത്യലോകത്ത് ചെന്ന് അങ്ങയുടെ പാദസേവ കൊണ്ട് ഉൾക്കുതുകമാർന്നിരിക്കുന്ന അങ്ങയുടെ പാദസേവ കൊണ്ട് ഉൾക്കുതുകമാർന്നിരിക്കുന്ന ബ്രഹ്മദേവനെ സമീപിച്ച് അഭ്യർത്ഥന നടത്തി, ഞങ്ങൾക്ക് സൃഷ്ടി ചെയ്യാം. ആ സൃഷ്ടികൾ താമസിക്കാൻ സ്ഥലം എവിടെ? ഭൂമിയെ കാണാനില്ലല്ലോ, ഭൂമി വെള്ളത്തിലായി പോയല്ലോ എന്ന് അവര് പോയി പറഞ്ഞു. കഷ്ടം പ്രജാഃ സുജതി മയ്യ പരിനിമഗ്ന സ്ഥാനം സരോജവ കൽപ്പയ തത്പ്രജാനാം ഇതി ഏവമേഷഃ കഥിതമനൂനാ സ്വയംഭൂഃ അംബോർഹാഷതവപാദയുഗം വ്യചിന്തത്. കഷ്ടം പ്രജാഃ സുജതി മയി അവനിമഗ്ന സ്ഥാനം സരോജവ കൽപ്പയ തത്പ്രജാനാം ഇതി ഏവമേഷഃ കഥിതഃ മനുനാ സ്വയംഭൂഃ അംബോരുഹാഷതവപാദയുഗം വ്യചിന്തിത്.
കഷ്ടം പ്രജാഃ സൃജതി മയി അവനിനിമഗ്ന സ്ഥാനം സരോജവ കൽപ്പയ തത്പ്രജാനാം ഇത്യേവമേഷ കലിതോ മനുനാ സ്വയംഭൂഃ അംബോരുഹാഷ തവ പാദയുഗലം വ്യചിന്തീത്. കഷ്ടം പ്രജാഃ സ്യജതി മയി അവനീഃ നിമഗ്ന സ്ഥാനം സരോജഭവ കൽപ്പയ താം തത്പ്രജാനാം. കഷ്ടം പ്രജാഃ സജതി മയി അവനിഃ നിമഗ്ന സ്ഥാനം സരോജഭവ കൽപ്പയ തത്പ്രജാനാം. ഇതി ഏവം ഏഷഃ കഥിതഃ മനുനാ സ്വയംഭൂഃ അംബോരുഹാഷ തവ പാദയുഗം വ്യചിന്തീത്. കഷ്ടം പ്രജാ സുജതി മയ്യവനിർമഗ്ന സ്ഥാനം സരോജഭവ കൽപ്പയ തത്പ്രജാനാം. ഇതി ഏവം ഏഷഃ കഥിതഃ മനൂനാ സ്വയംഭൂഃ അംബോരുഹാഷ തവ പാദയുഗം വ്യചിന്തീത്. അല്ലേ കമലോദ്ഭവ, ഞാൻ പ്രജകളെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കെ ഭൂമി വെള്ളത്തിൽ മുങ്ങിപ്പോയി. അതിനാൽ പ്രജകൾക്ക് വാസസ്ഥലത്തെ കൽപ്പിച്ചരുളിയാലും. എന്നിപ്രകാരം മനുവിനാൽ പറയപ്പെട്ട ഈ ബ്രഹ്മദേവൻ സരസിയേഷണ നിന്തിരുവടിയുടെ കാലുകളെ സ്മരിച്ചു. അപ്പൊ ബ്രഹ്മാവിനോട് മനു വന്ന് പറഞ്ഞു, ഞാൻ സൃഷ്ടിക്കാൻ പോയപ്പോൾ സൃഷ്ടികൾക്ക് സ്ഥലമില്ല താമസിക്കാൻ, അപ്പൊ ഭൂമിയെ കാണാനില്ല എന്ന് കൽപ്പിച്ചു. അപ്പൊ ബ്രഹ്മാവ് നേരെ മഹാവിഷ്ണുവിനെ സമീപിച്ചു എന്നാണ് പറയുന്നത്. അല്ലേ കമലോദ്ഭവനോടത്ത് പറയാണ് ബ്രഹ്മാവേ, സ്വയംഭൂമനോട് പറയുന്നത്, ഞാൻ പ്രജകളെ സൃഷ്ടിച്ചു കൊണ്ടിരിക്കെ ഭൂമി വെള്ളത്തിൽ മുങ്ങിപ്പോയി കഴിഞ്ഞു. അതിനാൽ പ്രജകൾക്ക് വാസസ്ഥാനത്തെ കൽപ്പിച്ചരുളിയാലും. ഇപ്രകാരം മനുവിനാൽ പറയപ്പെട്ട ബ്രഹ്മദേവൻ സരസിജേഷണ തിരുവടിയുടെ സരസിജേഷണ എന്ന് പറഞ്ഞാൽ സരസിജേഷണം നിന്തിരുവടി തന്നെ, ഭഗവാന്റെ പര്യായപദം തന്നെ, നിന്തിരുവടിയെ സമീപിച്ച് സ്മരിക്കാൻ തുടങ്ങി. ബ്രഹ്മാവ് എന്ത് പറഞ്ഞാലും ബ്രഹ്മാവിനൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ബ്രഹ്മാവ് എന്ത് പറഞ്ഞാലും ഓടി മഹാവിഷ്ണുവിന്റെ അടുത്ത് തന്നെ ചെല്ലുള്ളൂ. അപ്പൊ ഇത് കഴിഞ്ഞപ്പോ മഹാവിഷ്ണുവിന്റെ അടുത്ത് തന്നെ ബ്രഹ്മാവ് ഓടിച്ചെന്നു. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ഹാ വിഭോ ജലമഹീന്യബിം പുരസ്താത് അദ്യാഭിഭജ്യതി മഹീം കിമഹം കരോമി ഇത്തം ത്വദഗ്രിയുഗളം ശരണം യതസ്യ നാസാപുടാ സമഭവഃ ശിശുകോലരൂപീം. ഹാ വിഭോ ജലം അഹം നജിപം പുരസ്താത് അദ്യാഭിഭജ്യതി മഹീം കിമഹം കരോമി ഇത്തം ത്വദഗ്രിയുഗളം ശരണം യതസ്യ നാസാപുടാ സമഭവഃ ശിശുകോലരൂപീം. ഹാ വിഭോജലം അഹം നബിബം പുരസ്താത് ദദ്യാഭിമഞ്ജതി മഹി കിമഹം കരോമി ഇത്തം ത്വദഗ്രിയുഗളം ശരണം യതോസ്യ നാസാപുടാ സമഭവ ശിശുകോലരൂപി. ഹാ വിഭോജലം അഹന്യബിബം പുരസ്താത് അദ്യാഭിമഞ്ജതി മഹിം കിമഹം കരോമി ഇത്തം തദഗ്രിയുഗളം ശരണം യതസ്യ നാസാപുടാ സമഭവഃ ശിശുകോലരൂപീ. കഷ്ടം ഭഗവാനെ, ഞാൻ മുമ്പേ തന്നെ. അപ്പൊ ബ്രഹ്മാവ് വിഷ്ണുവിന്റെ അടുത്ത് പറയാണ്, ഞാന് ജനിച്ച സമയത്ത് ചുറ്റിലും എന്റെ താമര എതിളുകളൊക്കെ ആടിക്കൊണ്ടിരുന്ന സമയത്ത് ഞാൻ പ്രളയജലത്ത് മുങ്ങിയിരിക്കുകയായിരുന്നല്ലോ. പ്രളയജലത്തിൽ നിന്ന് മുളച്ചു വന്നതല്ലേ. അപ്പൊ എന്റെ ചുറ്റുപാടുള്ള പ്രളയജലത്തെ ഞാൻ മുഴുവൻ കുടിച്ചു തീർത്തില്ലേ. എന്നിട്ട് പിന്നെയും എവിടെ നിന്നാണ് ആ പ്രളയജലം വന്ന് ഭൂമി മുങ്ങി താഴ്ന്നു പോയത്? കഷ്ടം ഭഗവാനെ, ഞാൻ മുമ്പേ തന്നെ പ്രളയജലത്തെ മുഴുവൻ പാനം ചെയ്തു. എന്നിട്ടും ഇപ്പോഴും ഭൂമി വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നു. ഞാൻ എന്ത് ചെയ്യട്ടെ? എന്നിങ്ങനെ അങ്ങയുടെ തൃക്കാല അടിയണകളെ ശരണം പ്രാപിച്ചു അദ്ദേഹത്തിന്റെ നാസാരന്ധ്രത്തിൽ നിന്നും നിൻ തിരുവടി ബാലസുഖരൂപം ധരിച്ചവനായി അവതരിച്ചു. അപ്പൊ ബ്രഹ്മാവ് വന്നിട്ട് മഹാവിഷ്ണുവിന്റെ അടുത്ത് പറഞ്ഞു, ഞാൻ വെള്ളത്തിലെ പ്രളയജലത്തെ മുഴുവൻ കുടിച്ചു കഴിഞ്ഞിരുന്നു, എന്നാലും ഇപ്പോഴും ഭൂമി വെള്ളത്തിലേക്ക് മുങ്ങിപ്പോയല്ലോ, എന്ത് ചെയ്യാനാണ്? കഷ്ടമല്ലേ എന്ന് ചോദിച്ചിട്ട് ഭഗവാന്റെ തൃക്കാലടികളെ ബ്രഹ്മാവ് ശരണം പ്രാപിച്ചു. ആ സമയത്ത് ബ്രഹ്മാവിന്റെ നാസാരന്ധ്രത്തിൽ നിന്നും ഭഗവാനായ മഹാവിഷ്ണു തന്നെ ബാലസുഖരൂപത്തിൽ അവതരിച്ചു. അപ്പൊ നാരായണ ശ്ലോകം പുസ്തകം വായിക്കുമ്പോൾ അല്ലെങ്കിൽ നാരായണീയം കേൾക്കുമ്പോൾ നമുക്ക് ഈ സമയത്ത് നാരായണ 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 എന്ന് പറഞ്ഞൊരു 14 പ്രാവശ്യം പറയുന്നത് കേൾക്കാം. ഓരോ അവതാരം നടക്കുമ്പോഴും
ശ്ലോകങ്ങൾക്കിടയ്ക്ക് നാരായണ 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 എന്ന് 14 പ്രാവശ്യം പറയണമെന്നാ പറയുന്നത്. അപ്പൊ ഈ ശുഭരൂപം വന്നപ്പോ ഭൂമിയിൽ വരാഹ അവതാരം വന്നു കഴിഞ്ഞു. മഹാവിഷ്ണു വരാഹ അവതാരത്തിൽ വരികയാണ്. അതാണ് ശുഭരൂപം ധരിച്ച് ബ്രഹ്മാവിന്റെ നാസാരന്ധ്രത്തിൽ നിന്നും ചെറിയ ബാലസുഖരൂപമായിട്ട് പുറത്തേക്ക് ചാടി എന്നാണ് പറയുന്നത്. വരാഹാവതാരം തുടങ്ങുന്നത് ബ്രഹ്മാവിന്റെ നാസാരന്ധ്രത്തിൽ നിന്നും ചെറിയ സുഖരൂപത്തിൽ ബാലസുഖരൂപത്തിൽ പുറത്തേക്ക് ചാടി ഒരു എന്നാണ് പറയുന്നത്. വരാഹാവതാരം തുടങ്ങുന്നത് അങ്ങനെയാണ്. 4ാമത്തെ ശ്ലോകം. അങ്കുഷ്ടമാത്രവൂത്പരിത പുരസ്താത് ഭൂയാദി കുംഭി സദൃശക സമഭുഞ്ജനാദാം. അങ്കുഷ്ടമാത്രവ വപുഃ ഉത്പതിത പുരസ്താത് ഭൂയോദ കുംഭി സദൃശ സമജംപദാത്വം. അങ്കുഷ്ടമാത്രവപുഃ ഉത്പിത പുരസ്താത് ഭൂയാദി കുംഭി സദൃശക സമജംപദാസ്ത്വം. അങ്കുഷ്ടമാത്രവപുഃ ഉത്പിത പുരസ്താത് ഭൂയോദ കുംഭി സദൃശ സമജംപദാസ്ത്വം. അഭേതദാവിധമുദീക്ഷ്യ ഭവന്തമുച്ചൈർ വിസ്മേരതാം വിതിരകാത് സഹസുനിഭൈശ്ചൈഃ. അങ്കുഷ്ടമാത്രവപുഃ ഉത്പിത പുരസ്താത് ഭൂയാദി കുംഭി സദൃശക സമജംപദാസ്ത്വം. അഭ്രേ തഥാവിധം ഉദ്ദിശ്യ ഭവന്തമുച്ചൈഃ വിസ്മേരതാം വിതിഃ അഗാത് സഹ സുനിഭൈഃ. അങ്കുഷ്ട മാത്ര വപുഃ ഉത്പതിതഃ പുരസ്താത് ഭൂയഃ അതികുംഭി സദൃശ സമജംപദാത്വം. അങ്കുഷ്ടമാത്ര വപുഃ ഉത്പതിത പുരസ്താത് ഭൂയഃ അതികുംഭി സദൃശക സമജംപദാസ്ത്വം. അഭ്രേ തഥാവിധം ഉദീക്ഷ്യ ഭവന്തം ഉച്ചൈഃ വിസ്മേരതാം വിധി അഗാത് സഹ സുനിഭൈഃ. അങ്കുഷ്ടമാത്ര വപുഃ ഉത്പതിത പുരസ്താത് ഭൂയാദി കുംഭി സദൃശക സമജംപനാദ അഭ്രേ തഥാവിധം ഉദീക്ഷ്യ ഭവന്തമുച്ചൈഃ വിസ്മേരതാം വിധിഃ അഗാത് സഹ സുനിഭൈഃ. അങ്ങ് ആദ്യം പെരുവിരലോളം വലിപ്പമുള്ള ശരീരത്തോടു കൂടിയവനായി ആവിർഭവിച്ചു. ബ്രഹ്മാവിന്റെ നാസാരന്ധ്രത്തിൽ നിന്ന് പുറത്തേക്ക് ചാടിയത് പെരുവിരലിന്റെ അളവേ ഉണ്ടായിരുന്നുള്ളൂ. ആ രൂപത്തിലാണ് വലിപ്പത്തിലെ പെരുവിരലിന്റെ വലിപ്പത്തിലാണ് ആദ്യത്തെ ബാലസുഖരൂപം പുറത്തേക്ക് ചാടിയത്. അങ്ങ് ആദ്യം പെരുവിരലുള്ള വലിപ്പമുള്ള ശരീരത്തോട് കൂടിയവനായി ആവിർഭവിച്ചു. പിന്നീട് ആനയ്ക്ക് തുല്യം വർദ്ധിച്ചു വളർന്നു വന്നു. ആകാശമാർഗത്തിൽ ഉയരെ അങ്ങയെ കണ്ടിട്ട് ബ്രഹ്മദേവൻ തന്റെ പുത്രന്മാരോട് കൂടി ചേർന്ന് പ്രാർത്ഥന തുടങ്ങി. ബ്രഹ്മദേവൻ ഈ രൂപത്തിനെ കണ്ടിട്ട് തന്റെ പുത്രന്മാരോട് കൂടി ഭഗവാനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങ് ആദ്യം പെരുവിലുള്ള വലിപ്പമുള്ള ശരീരത്തോട് കൂടിയവനായി ആവിർഭവിച്ചു. പിന്നീട് വീണ്ടും ആനയ്ക്ക് തുല്യം വർദ്ധിച്ചു വന്നു. അങ്ങനെ വളർന്നുകൊണ്ട് ആകാശമാർഗത്തിൽ ഉയരെ അങ്ങയെ കണ്ടിട്ട് ബ്രഹ്മദേവൻ അദ്ദേഹത്തെ പുത്രന്മാരോട് കൂടി ആശ്ചര്യരൂപേണ നിങ്ങളെ പ്രാർത്ഥിച്ചു എന്നാണ് നാരായണീയത്തിൽ ഭട്ടതിരിപ്പാട് ഗുരുവായൂരപ്പനോട് സംസാരിക്കുമ്പോൾ പറയുന്നതാണിത്. അങ്ങ് അവതരിച്ചു. ഇങ്ങനെ ബ്രഹ്മദേവന്റെ നാസാരന്ധ്രത്തിൽ കൂടി ബാലസുഖരൂപത്തിൽ അവതരിച്ചു. ആ ഭൂമിയിൽ വന്ന ശേഷം ആനയുടെ രൂപത്തിലേക്ക് വളർന്ന് വലുതായി എന്നാണ് പറയുന്നത്. 5ാമത്തെ ശ്ലോകം. കോസാവചിന്യ മഹിമാ കിടിഉദ്ധിതം മേ നാസാപുടാത് കിമു ഭവേത് അജിതസ്യ മായാം. കൗസൗ അചിന്യ മഹിമാ കിടിഉദ്ധിതം മേ നാസാപുടാത് കിമു ഭവേത് അജിതസ്യ മായാം. ഇത്തം വിചിന്തയതി ദാദരി ശൈലമാത്രഃ സദ്യ ഭവാൻ കില ജഗർജിതൗ ഘോരഘോരം. കോസൗ അചിന്യ മഹിമാ കിടിഉദ്ധിതം മേ നാസാപുടാത് കിമു ഭവേത് അജിതസ്യ മായാ. ഇത്തം വിചിന്തയതി ദാദരി ശൈലമാത്രഃ സദ്യ ഭവാൻ കില ജഗർജിത ഘോരഘോരം. കൗസൗ ചിന്ത്യ മഹിമാ കിടിരുദ്ധിതോ മേ നാസാപുടാത് കിമു ഭവതേ അജിതസ്യ മായാ. ഇത്തം വിചിന്തയതി ദാദരി ശൈലമാത്രഃ സദ്യോ ഭവൻ കില ജഗർജിത ഘോരഘോരം. കഃ അസൗ അചിന്ത്യ മഹിമാ കിടിഃ ഉദ്ധിതഃ മേ. കഃ അസൗ അചിന്ത്യ മഹിമാ കിടിഃ ഉദ്ധിത മേ.
നാസാപുടാത് കിമു ഭവേത് അജിതസ്യ മായ. നാസാപുടാത് കിമു ഭവേത് അജിതസ്യ മായ. ഇത്തം വിചിന്തയതി ദാദരി ശൈലമാത്രഃ. ഇത്തം വിചിന്തയതി ദാദരി ശൈലമാത്രഃ. സത്യോ ഭവൻ കില ജഗർജിത ഘോര ഘോരം. സത്യഃ ഭവൻ കില സത്യഃ ഭവൻ കില ജഗർജിത ഘോര ഘോരം. കഹസൗ ചിന്ത്യ മഹിമാ കിരിരുദ്ധിതോ മേ. നാസാപുടാത് കിമു ഭവോജിതസ്യ മായ. ഇത്തം വിചിന്തയതി ദാദരി ശൈലമാത്രഃ. സത്യോ ഭവൻ കില ജഗർജിത ഘോര ഘോരം. ഓം നമോ ഭഗവതേ വാസുദേവായ. വിചാരിക്കുവാൻ കൂടി കഴിയാത്ത വിധം നാസാരന്ധ്രത്തിൽ എന്റെ നാസാരന്ധ്രത്തിൽ ചാടി പുറപ്പെട്ട, വിചാരിക്കാൻ കൂടി കഴിയാത്ത വിധം എന്റെ നാസാരന്ധ്രത്തിൽ നിന്ന് ചാടി പുറപ്പെട്ട ഈ ശുഭരൂപം ഏതാണ്? ബ്രഹ്മാവിന്റെ നാസാരന്ധ്രത്തിൽ നിന്നാണ് ചാടി പുറത്തേക്ക് വന്നത്. അപ്പൊ ബ്രഹ്മാവിന് എന്റെ മനസ്സിലായി ഇത് എന്താണ്, ഇത് എന്താ സാധനം, ഇത് എങ്ങനെ വന്നു ഇവിടെ? അപ്പൊ വിചാരിക്കുവാൻ കൂടി കഴിയാത്ത മഹിമയോട് കൂടിയവനായി എന്റെ നാസാരന്ധ്രത്തിൽ നിന്നും ചാടി പുറപ്പെട്ട ഈ സുഖരൂപം ഏതാകുന്നു? അജനനായ ഭഗവാന്റെ മായ തന്നെ ആയിരിക്കുമോ എന്നിങ്ങനെ വിധാതാവ് വിചാരിച്ചു കൊണ്ടിരിക്കെ തന്നെ നിൻതിരുവടി പൊടുന്നനുവേ മലയോളം വലിപ്പവനായി തീർന്ന് അതിഭയങ്കരമായ വണ്ണം ഗർജിച്ചു പോൽ. ബ്രഹ്മാവിന്റെ നാസാരന്ധ്രത്തിൽ നിന്ന് ബാലസുഖരൂപം ചാടി പുറപ്പെട്ടു. ബ്രഹ്മാവ് മഹാവിഷ്ണുവിന്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ചു, എന്താ സംഭവിക്കേണ്ടത്, ഭൂമി മുങ്ങിപ്പോയല്ലോ എന്ന്. ആ സമയത്ത് ബ്രഹ്മാവിന്റെ നാസാരന്ധ്രത്തിൽ തന്നെ ഒരു പെരുവിരലിന്റെ അളവോളമുള്ള സുഖരൂപം, ബാലസുഖരൂപം ചാടി പുറപ്പെട്ടു. അത് ചാടി പുറത്തേക്ക് വന്നപ്പോൾ അതിനെ കണ്ടപ്പോൾ ബ്രഹ്മാവിന് തന്നെ മനസ്സിലായില്ല ഇത് എവിടെ നിന്നാ വന്നതെന്ന് വിചാരിച്ചു. ഈ വിചാരിക്കാൻ കൂടി കഴിയാത്ത വിധം മഹിമയോട് കൂടിയവനായി എന്റെ നാസാരന്ധ്രത്തിൽ നിന്നും ചാടി വന്ന ഈ ബാലസുഖരൂപം ഏതാണ്? ഈ സുഖരൂപം ഏതാണ്? ഭഗവാന്റെ അവതാരം തന്നെയാണോ? അച്യുതനായ ഭഗവാന്റെ മായ തന്നെ ആയിരിക്കുമോ ഇത് എന്ന് ബ്രഹ്മാവ് വിചാരിച്ചുകൊണ്ടിരിക്കെ തന്നെ ബ്രഹ്മാവിന് കാണെ തന്നെ ഈ ബാലസ്വരൂപം മലയോളം വളർന്നു വലുതായി അതിഭയങ്കരമായി ഗർജിക്കാൻ തുടങ്ങി എന്നാണ് ഈ ശ്ലോകത്തിൽ കൂടെ നാരായണ ഭട്ടതിരിപ്പാട് ഭഗവാന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നത്. പഴയ കഥകൾ ഭഗവാന്റെ അടുത്ത് പറയാം. ഇങ്ങനെ ബ്രഹ്മാവിന്റെ നാസാനന്തരത്തിൽ കൂടി വരാഹം അവതരിച്ചു, പുറത്തേക്ക് ചാടി. ബ്രഹ്മാവ് തന്നെ ആലോചിച്ചു ഇത് എവിടെ നിന്നാ വരുന്നത്, ഭഗവാന്റെ രൂപം തന്നെയാണോ എന്ന് ഭഗവാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നാസാനന്തരത്തിൽ കൂടി പുറത്തേക്ക് വന്ന ബാലസ്വരൂപം മലയോളം വലുപ്പത്തിൽ വളർന്നു വലുതായി ആകാശത്ത് ഭയങ്കര രീതിയിൽ അലറി ഗർജനം നടത്തി, ഭയങ്കരമായ രീതിയിൽ ഗർജിച്ചു എന്നാണ് ഈ ശ്ലോകത്തിൽ കൂടെ നാരായണ ഭട്ടതിരിപ്പാട് പറയുന്നത്. നാരായണ 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 അസ്മിൻ പരാത്മൻ അനുപാത്മകൽപേ ത്വമിത്തമുത്ഥാവിരപത്മയോനിഃ അനന്തഭൂമാം അമരോഗരാശിം നിരുന്ധി പാതാലയവാസ വിഷ്ണു. ഓം നമോ ഭഗവതേ വാസുദേവായ. ഇന്നത്തെ അധ്യായത്തില് 12ാം ദശകം വരാഹാവതാരം, അതിൽ ആദ്യത്തെ 5 ശ്ലോകങ്ങളുടെ അവതരണം, അർത്ഥവും പാരായണവും സമാപിച്ചിരിക്കുകയാണ്. ഇതുവരെയുള്ള ദശകങ്ങളിലെ, അതായത് 12 ദശകങ്ങളിലെ 11 ദശകങ്ങൾ പൂർത്തിയാക്കി 12ാം ദശകം പകുതിയായിരിക്കുകയാണ്. ഇതിലൊക്കെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ വാട്സാപ്പ് വഴിയും ചാറ്റ് ബോക്സിലൂടെയൊക്കെ ചോദിക്കാവുന്നതാണ്. വരും ദിവസങ്ങളിലെ അധ്യായങ്ങളിലൊക്കെ തന്നെ അതിനുള്ള മറുപടികൾ നൽകുന്നതാണ്. ഇന്നത്തെ അധ്യായത്തിൽ 12ാം ദശകം വരാഹാവതാരം ആദ്യത്തെ 5 ശ്ലോകങ്ങളുടെ അർത്ഥം അവതരിപ്പിച്ച പ്രിയപ്പെട്ട അയ്യർ സാറിന് നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുകയാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ നമഃ. ഏവർക്കും നന്ദി. നമസ്കാരം.